Progress. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ജഫ് സഖാഫി സൂചിപ്പിച്ചതുപോലെ നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനത്തിൽ നമ്മുടെ വളർന്നു വരുന്ന തലമുറക്ക് ആവശ്യമുള്ള വലിയൊരു സേവനമാണ് പഠന പ്രയാസം അനുഭവിക്കുന്നവർക്ക്, അത് പഠന പിന്നോക്കാവസ്ഥയാണെങ്കിലും പഠന ബുദ്ധിമുട്ടാണെങ്കിലും, അതായത് ലേണിംഗ് ഡിസബിലിറ്റി ആണെങ്കിലും ലേണിംഗ് ഡിഫിക്കൽറ്റി ആണെങ്കിലും അവർക്ക് ആവശ്യമായ ഹെൽപ്പ് ചെയ്യേണ്ട രീതി, അതിന്റെ ഹെൽപ്പ് ചെയ്യേണ്ട രീതി മനസ്സിലാക്കിയിട്ട് അവർക്ക് ആവശ്യമായ ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കുമ്പോൾ അതൊരു വലിയ സേവനമായി, അതോടൊപ്പം നമുക്ക് ജീവിക്കാനുള്ള നല്ലൊരു മാർഗമായി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന വളരെ മഹത്വമുള്ള, ഏറെ ആവശ്യമുള്ള ഒരു സേവനമാണ്. അതോടൊപ്പം നമ്മൾ അധ്യാപന മേഖലയിൽ പൊതുവെ അധ്യാപനത്തെ കുറിച്ച് കൃത്യമായി ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ അധ്യാപനം വലിയ മഹത്വമുള്ള സേവനമാണ്. അതോടൊപ്പം തന്നെ അധ്യാപനം അതിൻ്റെതായ തലത്തിലെത്തിയിട്ടില്ലെങ്കിൽ അധ്യാപനം ഒരുതരം നശീകരണ പ്രവർത്തനവുമാണ്. അധ്യാപനം എന്ന ദൗത്യം കൊണ്ട് വിദ്യാർത്ഥികൾക്ക് സന്തോഷമുള്ള, മനസ്സമാധാനമുള്ള അന്തരീക്ഷത്തിൽ അവർക്ക് ആവശ്യമുള്ള മൂല്യങ്ങളും വിദ്യാഭ്യാസങ്ങളും പകർന്നു കൊടുക്കാൻ ഒരു അധ്യാപകന് കഴിയുന്നുണ്ടെങ്കിൽ ആ അധ്യാപകൻ വലിയ സേവകനാണ്, വലിയ സാമൂഹിക സൃഷ്ടിപ്പിന്റെ വക്താവാണ്. അതേസമയം തന്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞിന് മനസ്സമാധാനവും സന്തോഷവും പകർന്നു കൊടുക്കുന്നതോടൊപ്പം അവൻ ആവശ്യമായ വിജ്ഞാനം പകർന്നു കൊടുക്കാൻ ഒരു അധ്യാപകന് കഴിയാതിരിക്കുമ്പോൾ അതൊരുപാട് പ്രശ്നങ്ങളിലേക്കുള്ള വഴി തുറക്കലാണ്, ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കലാണ്. വരും തലമുറയിൽ നാടിനെ നിയന്ത്രിക്കേണ്ട, നാടിനെ നിർമ്മിക്കേണ്ട, നാടിനെ നിർമ്മാണാത്മകമായി ഇടപെടേണ്ട വലിയൊരു സമൂഹത്തെ നശിപ്പിക്കൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മുന്നിലെത്തുന്ന മക്കൾ അവരെല്ലാം ഒരു കളിമണ്ണ് പോലെ പലതിനും പല രൂപപ്പെടുത്തലുകൾക്കും പറ്റും വിധം ഉള്ള ഒരു വസ്തുവാണ്. ആ കളിമണ്ണ് വളരെ ഭംഗിയുള്ള ഒരു ശില്പമാക്കാൻ ഒരു അധ്യാപകന് കഴിയും. അതേസമയം വളരെ വികൃതമായ, എല്ലാവർക്കും ശല്യമാകുന്ന ഒരു വേസ്റ്റ് ആക്കാനും അധ്യാപകന് കഴിയും. ഇതിൽ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവരിൽ 99.99% അവർ ഉന്നതങ്ങളിലേക്ക് എത്താനുള്ളവരും വലിയ കഴിവുകളുള്ളവരും ആണ്. വല്ലപ്പോഴും ഔദ്യോഗികമായ പഠനങ്ങളിൽ എവിടെയെങ്കിലും പ്രയാസമുള്ള മക്കളാണെങ്കിൽ ആ പ്രയാസമുള്ള മക്കളെ അറിയാനും മനസ്സിലാക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ സിസ്റ്റത്തിനും അധ്യാപകർക്കും കഴിയുകയാണെങ്കിൽ അവർ വലിയവരാവുകയും ഉന്നതരാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഠനങ്ങൾ കാണാം. ലോകോത്തര നിലവാരത്തിലിരിക്കുന്ന രാജാക്കന്മാർ, ഭരണാധികാരികൾ, പ്രഭാഷകർ, മതപണ്ഡിതന്മാർ, വലിയ സയന്റിസ്റ്റുകളിൽ പലരും, ഇങ്ങനെ തുടങ്ങി ലോക പ്രശസ്തരിൽ, പ്രഗത്ഭരിൽ വലിയൊരു ശതമാനം, ചില പഠനങ്ങൾ പറയുന്നത് 80% വരെ പഠന പിന്നോക്കാവസ്ഥയോ പഠനപ്രയാസമോ അനുഭവപ്പെട്ടവരായിരുന്നു അവരുടെ കുഞ്ഞുനാളുകളിൽ എന്ന് പറയുന്നു. തോമസ് ആൽവ എഡിസൺ മുതൽ വലിയൊരു അധ്യായം, വലിയ ഒരു നീണ്ട നിര തന്നെ നമുക്ക് ലോക പ്രശസ്തരിൽ പഠനപ്രയാസമുള്ളവരെ കാണാൻ പറ്റും.
കായിക താരങ്ങളിൽ, അതുപോലെ തുടങ്ങി പ്രശസ്തരിലെല്ലാം നമുക്ക് ഇങ്ങനെ കാണാം. അതിന്റെ അർത്ഥം പഠന പ്രയാസമുള്ളവരോ പഠന പിന്നോക്കാവസ്ഥയുള്ളവരോ അവർ സമൂഹത്തിൽ അവഗണിക്കേണ്ടവരല്ല, പിന്തള്ളപ്പെടേണ്ടവരല്ല. അവരെ അറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഒരു വിദ്യാഭ്യാസ പ്രവർത്തകർ, എഡ്യൂക്കേറ്റേഴ്സ്, അധ്യാപകരായോ മറ്റ് സേവന പ്രവർത്തകരായോ ഉണ്ടാകും. ഈ വിഷയം പഠിച്ചെടുക്കാൻ സന്നദ്ധരാണെങ്കിൽ നിലവിൽ മദ്രസ അധ്യാപകരായോ മറ്റധ്യാപകരായോ ഒക്കെ വർക്ക് ചെയ്യുന്നവർ പ്രൈവറ്റ് സോണിൽ പൊതുവെ ചെറിയ തുച്ഛമായ വേതനങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്, സേവനം ചെയ്യുന്നവരാണ്. അവസാനം വേണ്ട വിധം സംതൃപ്തി അനുഭവിക്കാതെ അവരുടെ സേവന കാലയളവിന് വിരാമമിടുന്നവരുമാണ് എന്ന് പറയാതെ വയ്യ. അങ്ങനെയുള്ളൊരു സമയം ഇത്തരം ഒരു സംഗതി പഠിച്ചെടുക്കുകയാണെങ്കിൽ സ്വന്തം വീട്ടിലിരുന്നാണെങ്കിൽ പോലും കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഏത് നാട്ടിലും ഉണ്ടാകും ഈ പ്രയാസമുള്ളവർ. അതിന്റെ റേഷ്യോ, അതിന്റെ ഒരു അളവ് മനസ്സിലാക്കുകയാണെങ്കിൽ 100 കുട്ടികൾ ഒരു നാട്ടിലുണ്ടെങ്കിൽ ആവറേജ് ഒരു 30 കുട്ടികളെങ്കിലും ഈ പ്രയാസമുള്ളവരാണ്. പലപ്പോഴും നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ വിലയിരുത്തുമ്പോൾ പിന്നോക്കാവസ്ഥ അതിനും മേലെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല മികവുറ്റ രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങളിൽ പോലും നല്ലൊരു ശതമാനം വിദ്യാർത്ഥികൾ ഒരു പരീക്ഷ നടക്കുമ്പോൾ ഒരു 50% മേൽപോട്ട് മാർക്ക് വാങ്ങി വിജയിക്കുന്ന എത്ര ശതമാനം വിദ്യാർത്ഥികളുണ്ട് എന്ന് പഠിച്ചു നോക്കൂ. വളരെ ചെറിയൊരു ശതമാനമാണ്. എങ്കിൽ മുന്നോക്കാവസ്ഥയുടെ തോത് നമുക്ക് അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കാം. അപ്പോ ഈ പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസം തീർത്തു കൊടുക്കാൻ ഇവിടെ ആവശ്യമുണ്ട്, ആളെ ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യമുള്ള ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് നിശ്ചിത കുട്ടികളെ ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്റ്റൈലിൽ, IEP സ്റ്റൈലിൽ നമ്മൾ ഇടപെടാൻ സന്നദ്ധമാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാനും കഴിയും. അതോടൊപ്പം അത് വിപുലമായ സേവനമാണ്. നമ്മൾ ഈ ഒരു അധ്യാപന രീതി പഠിപ്പിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ, നോർവേ എഡ്യൂക്കേഷൻ തുടങ്ങി അറിയപ്പെടുന്ന ഒരു കരിക്കുലത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്, അതിനെ അവലംബിച്ചുകൊണ്ടാണ് ഈ ഒരു ടീച്ചിങ് മെത്തേഡ് നാം സമൂഹത്തെ പഠിപ്പിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട അത്യാവശ്യം സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ആവശ്യമായ ഇടപെടൽ നമുക്ക് നടത്താം. ഇത്രയും സമയം ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇത് കേൾക്കാൻ വേണ്ടി മനസ്സ് കാണിച്ച ബഹുമാന്യരായ എല്ലാ സുമനസ്സിന്റെ ഉടമകളായ പണ്ഡിതന്മാരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും വളരെ സന്തോഷം നിങ്ങളെ സ്വീകരിക്കുന്നു, നിങ്ങൾക്ക് സ്വാഗതമാകുന്നു, നിങ്ങൾക്ക് സന്തോഷം നേരുന്നു, നിങ്ങൾക്ക് നന്ദി അറിയിക്കുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് വല്ലതും ചോദിക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമ്മുടെ ടീമിൽ ഓരോരുത്തരും അതിൽ ഇടപെട്ട് സംസാരിക്കും. അദബ് സഖാഫി ലൈനിലുണ്ടല്ലോ അല്ലേ? അതെ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ക്ലാസ് എങ്ങനെ ഓൺലൈനിലാണോ? കോഴ്സിന്റെ കാലാവധി 3 മാസമാണ്. 3 മാസവും മാസത്തിൽ ഒരു ദിവസം ഓഫ്ലൈനായി ഫുൾ ഡേ സെഷൻ ഉണ്ടാവും. കോഴിക്കോട് പോലെയുള്ള ഏതെങ്കിലും സിറ്റിയിലെ നല്ല സൗകര്യവും വിശാലതയൊക്കെ ഉള്ള ഏതെങ്കിലും ഹോട്ടൽ വെച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ മാസത്തിൽ ഒരു ദിവസം ഫുൾ ഡേ സെഷൻ ആയിരിക്കും. അതിനുശേഷം 3 മാസം തുടർച്ചയായി എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം സൂം ലൈവ് സെഷൻ ഉണ്ടാവും. അതിനോടുകൂടെ ആഴ്ചയിൽ 3 റെക്കോർഡഡ് ക്ലാസ്സിന്റെ ലിങ്ക് ലഭിക്കും. അത് ഈ കോഴ്സിൽ ചേർന്നവർക്ക് മാത്രം കാണാൻ കഴിയുന്ന ക്ലാസ്സിന്റെ ലിങ്ക് ആയിരിക്കും. ഈ ആഴ്ചകളിൽ വരുന്ന ഓൺലൈൻ ക്ലാസ്സുകളുടെയും മറ്റു ചെയ്യുന്ന പ്രാക്ടീസിന്റെ ഒക്കെ സംശയം തീർക്കാൻ വേണ്ടിയും കൂടുതൽ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ആഴ്ചയിൽ ഒരു ദിവസം സൂം ലൈവ് വരുന്നത്. അതിൽ ഈ പറയപ്പെട്ട ക്ലാസ്സുകളൊക്കെ കേൾക്കുമ്പോൾ ഇതിന്റെ സ്കില്ല് നമുക്ക് നേടിയെടുക്കാൻ കഴിയും.
ഹലോ, പറയൂ. അസ്സലാമലൈക്കും. ഇത് വലൈക്കും ഏതെങ്കിലും അസ്സലാം. ഒരു ലാംഗ്വേജ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണോ നടക്കുന്നത്? അല്ല ഏത് ഭാഷ പഠന പിന്നോക്കമുള്ള ക്ലാസ്സുകൾ കുട്ടികൾക്കും? മലയാളത്തിലാണ് ക്ലാസ്സുകൾ നടക്കുക, എല്ലാ ക്ലാസ്സുകളും. ക്ലിയർ ആയില്ലല്ലോ. ക്ലാസ് നടക്കുന്നത് അല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഏതെങ്കിലും വിഷയത്തില് അറബി ഭാഷയിലോ അല്ലെങ്കിൽ മദ്രസ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ മലയാളം, മാത്സ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു വിഷയം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണോ? അല്ല എല്ലാവർക്കും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണോ ക്ലാസ് ഉണ്ടാവുക? ഇതില് പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും ഈ ഈ കോഴ്സിൽ വരും. മലയാളം, ഇംഗ്ലീഷ്, അറബിക്ക്, മാത്സ്, ഹിന്ദി തുടങ്ങിയ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കേണ്ട രീതി പഠിക്കും. ഓക്കെ. ഇതിന്റെ ഫീസ് എങ്ങനെയാ വരുന്നത്? ഫീസ് നിലവിൽ ഇതേ കോഴ്സ് തന്നെ വലിയ വിലക്ക് കൊടുക്കുന്ന പലരും നിലവിൽ കൊടുത്തു വരുന്നുണ്ട്. 15,000, 20,000 ഒക്കെ. പിന്നെ എന്നാൽ നമ്മുടെ കോഴ്സ് 12,000 രൂപയുടെ കോഴ്സാണ് ഇപ്പോൾ ഔട്ട് ചെയ്തത് 3 മാസത്തേക്ക്. 3 മാസം കോഴ്സിന്റെ പഠനം മാത്രമാണ്. ടോട്ടൽ 6 മാസമാണ് കോഴ്സ് വരുന്നത്. 3 മാസം പഠനം, പിന്നെ തിയറികൾ പഠിക്കും. അതിന് ശേഷമുള്ള 3 മാസം നമ്മുടെ കോഴ്സിന്റെ ഒരു പ്രത്യേകത, 3 മാസത്തെ ഇത് കഴിഞ്ഞാൽ, തിയറി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത 3 മാസം നമ്മൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിപ്പെടുകയാണെങ്കിൽ ഒരു മദ്രസ അല്ലെ സ്കൂളൊക്കെ മൊത്തമായി ഏറ്റെടുക്കുകയും ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മുഴുവൻ കുട്ടികളെയും അസസ്മെന്റ് നടത്തിക്കൊണ്ട് ആവശ്യമുള്ള പഠന പിന്നോക്കം അനുഭവിക്കുന്ന കുട്ടികളെ സെലക്ട് ചെയ്ത് നമ്മുടെ ഈ കോഴ്സ് കഴിഞ്ഞ ട്രെയിനേഴ്സിനെ വെച്ച് നമ്മൾ ആദ്യത്തെ 3 മാസം പഠിച്ച തിയറികൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കും. അതിന് താല്പര്യമുള്ള ആളുകൾ നമ്മൾ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തേണ്ടി വരും. നമ്മൾ എവിടെയാണോ സ്ഥാപനം ഏറ്റെടുക്കുന്നത് അവിടെ എത്തുകയും ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കും. കോൺഫിഡൻസോടുകൂടെ സ്വന്തമായി നമ്മളെ വീട്, നാട് എവിടെയാണെങ്കിലും അവിടെ സ്വന്തമായി ഒരു റെമഡിയൽ സെന്റർ തുടങ്ങാനും അതുപോലെ നമ്മൾ ജോലി ചെയ്യുന്ന മദ്രസ, സ്കൂള് ഉപയോഗപ്പെടുത്തി അങ്ങനെയോ അതുമല്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വെച്ചുമൊക്കെ ഇത് ഉപയോഗപ്പെടുത്തി ആദ്യം പറഞ്ഞ കുട്ടികളെ പിന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരെ നല്ല മുന്നിലെത്തിക്കാനുള്ള ഒരു സാധ്യതയാണ്. അതിനോട് കൂടെ നമുക്ക് സ്വന്തം നിലനിൽപ്പിന് ആവശ്യമായ വരുമാനം കണ്ടെത്താനുള്ള ഒരു സാധ്യത കൂടി ഇതിലുണ്ട്. അതൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കും. 3 മാസം തിയറി പഠിക്കലും അടുത്ത 3 മാസം താല്പര്യമുള്ളവർക്ക് പ്രാക്ടീസ് കൂടെ കൊടുക്കും. 12,000 രൂപക്ക് ഔട്ട് ചെയ്ത കോഴ്സ്, ഇതിന്റെ ഡിസൈനും ടെക്സ്റ്റും ഒക്കെ വരാനിരിക്കുന്നു. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ, അതായത് ഒരാഴ്ചക്കുള്ളിൽ, 7 ദിവസത്തിന്റെ ഉള്ളിൽ ആരെങ്കിലും ഇതിന് അഡ്മിഷൻ എടുക്കുന്നവർക്ക് 8,000 രൂപക്ക് ഈ കോഴ്സ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഒരാഴ്ച വരെയുള്ള ഓഫറാണിത്. പിന്നെ ആ ദിവസങ്ങളിൽ താല്പര്യമുള്ളവർക്ക് 8,000 രൂപക്കാണ് ഇപ്പോൾ ഈ കോഴ്സ് ഓഫർ കൊടുക്കുന്നത്. ഇതിന് മിനിമം യോഗ്യത വേണോ? പ്രായം. ഈ കോഴ്സ് താല്പര്യമുള്ള ആർക്കും പഠിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ഇത് ആവശ്യമുണ്ട്. നമുക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്യാനുള്ള മേഖലയുമാണ്. അതുപോലെ പഠിച്ചെടുക്കാനും വർക്ക് ചെയ്യാനും താല്പര്യമുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇത് പഠിച്ചെടുക്കാം. മിനിമം ഒരു +2 എങ്കിലും കഴിഞ്ഞവർക്കാണ് കൂടുതൽ നല്ലത്. റെമഡിയൽ സെന്റർ തുടങ്ങണമെങ്കിൽ നിയമപരമായിട്ടുള്ള സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും വേണ്ടി വരും? റെമഡിയൽ സെന്റർ തുടങ്ങാൻ അങ്ങനത്തെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. ഒരു ട്യൂഷൻ സെന്റർ ഒക്കെ നടത്തുന്നു.
പിന്നെ കുട്ടികൾക്ക് പഠന പ്രയാസങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നതുപോലെ നമുക്ക് നടത്താൻ കഴിയുന്ന ഒരു കാര്യമാണിത്. കുട്ടികളെ പഠിപ്പിക്കാനോ പഠന പ്രയാസമുള്ളവരെ ഹെൽപ്പ് ചെയ്യാനോ പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. വുമൺസിന് പറ്റുമോ? വുമൺസിന് പറ്റും. വുമൺസിന് അടുത്ത ബാച്ച് ഉടൻ ഔട്ട് ചെയ്യാനിരിക്കുന്നു. ഈ ബാച്ച് ഇപ്പോൾ ജെൻസിന് വേണ്ടിയുള്ള ബാച്ചാണ്. നമ്മുടെ വുമൺസിൻ്റെയും ജെൻസിൻ്റെയും ഒരു ബാച്ച് ഇപ്പോൾ കഴിഞ്ഞു. അവർ പുറത്തിറങ്ങാനിരിക്കുകയാണ്. അവർ പ്രാക്ടീസ് തുടങ്ങുന്നു. വുമൺസിൻ്റെയും ബാച്ചുകളുണ്ട്. അത് അടുത്ത സമയത്ത് അറിയിക്കും. അംഗീകൃത സർട്ടിഫൈഡ് കോഴ്സാണോ ഇത്? എങ്ങനെ? അംഗീകരിക്കപ്പെടുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്ത് വിടുന്ന സംവിധാനം ഉണ്ടോ? നിലവിൽ ഇതിന് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാപ്പീസ് പ്രൊവൈഡ് ചെയ്യുന്ന പാർട്ടിസിപ്പേഷൻ ഈ കോഴ്സ് ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്കില്ലിലാണ്. സ്കില്ലിൻ്റെ വിഷയത്തിൽ നമ്മൾ പറഞ്ഞ 3 മാസം കാലാവധി പിന്നെ കോഴ്സ് പഠിക്കുകയും അതിനുശേഷം നമ്മൾ പറഞ്ഞതുപോലെ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ ക്യാഷ് ബാക്ക് ഗ്യാരണ്ടിയുള്ള കോഴ്സാണ്. പറയും പോലെ പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യം നേടിയിട്ടില്ലെങ്കിൽ ക്യാഷ് ബാക്ക് ഗ്യാരണ്ടി ഉണ്ട്. സ്കില്ല് ഇൻഷാല്ലാ ഇതിനുള്ള കഴിവ്, സ്വന്തമായി റെമഡിയൽ സെൻറ്റർ നടത്താനുള്ള കഴിവ്, അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, കഴിവിനെയാണ്. നിലവിൽ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാപ്പി സോൺ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് മാത്രമാണ്. ഈ കോഴ്സിൽ ചേരാൻ താല്പര്യപ്പെടുന്നവർ അവർ ഏത് ഗ്രൂപ്പ് വഴിയാണോ ഇതിൽ ചേർന്നത് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിനുമായി ബന്ധപ്പെട്ടാൽ, നിങ്ങൾക്ക് ഈ വിവരം എത്തിച്ചു തന്ന ഹാപ്പി സോണിൻ്റെ ട്രെയിനറുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ ചേരാൻ സാധിക്കും. ഒരാഴ്ച വരെയാണ് നേരത്തെ പറഞ്ഞ ഓഫർ ഇട്ടിരിക്കുന്നത്. നോമ്പിന് മുമ്പായിട്ട് ഇതിൻ്റെ ക്ലാസ് തുടങ്ങും, സ്റ്റാർട്ട് ചെയ്യും ഈ കോഴ്സ്. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഈ ക്യാഷ് എങ്ങനെയാണ്, ഒന്നിച്ചു വേണോ അതല്ല ഈ 6 മാസത്തിന്റെ ഉള്ളിൽ തരിക? ക്യാഷ് 3 തവണകളായിട്ട് അടക്കാൻ സൗകര്യമുണ്ട്. ആദ്യം ചേരുന്ന സമയത്ത് 3000 രൂപ അടച്ചുകൊണ്ടാണ് ചേരേണ്ടത്. പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസത്തിൻ്റെ തുടക്കത്തിൽ 2000-ഉം അതിനുശേഷം 3-ാമത്തെ മാസത്തിൻ്റെ തുടക്കത്തിൽ 2000-ഉം അങ്ങനെ 3 തവണകളായി പൈസ 2500, സോറി, ആദ്യം 3000, അടുത്ത 2 മാസവും തുടക്കത്തിൽ 2500 വീതം, അങ്ങനെ ടോട്ടൽ 8000 രൂപ. ഡെയിലി ക്ലാസ് ഉണ്ടാവുന്നത് വാട്സപ്പിലോ? ഡെയിലി അല്ല പറഞ്ഞത്, ആഴ്ചയിൽ ഒരു സൂം ലൈവ് ഉണ്ടാവും. എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9 മണി മുതൽ സൂം ലൈവ് ഉണ്ടാവും. അതിന് പുറമെ എല്ലാ ആഴ്ചയും 3 റെക്കോർഡഡ് ക്ലാസ്സിൻ്റെ ലിങ്കാണ് ലഭിക്കുക. ആ ക്ലാസ് ഇതിൽ കോഴ്സിൽ ചേർന്നവർക്ക് മാത്രമാണ് കാണാൻ കഴിയുക. ഈ ക്ലാസ്സില് സൂം മീറ്റിംഗില് നേരത്തെ ഇപ്പൊ കയറിയതാണ്. ഈ മീറ്റിംഗിന്റെ റെക്കോർഡ് കിട്ടും, ക്ലാസ് കിട്ടും. ഇങ്ങനെ
ഇപ്പൊ ഞാൻ മീറ്റിംഗിൽ ഇപ്പൊ കയറിയതാണ്. അപ്പൊ ഓക്കെ ഇതിന്റെ റെക്കോർഡ് ഇത് കിട്ടുമോ? ഒരു ആ റെക്കോർഡ് തരാം. ഈ കോഴ്സ് ലേണിംഗ് ഡിസബിലിറ്റി നേരിടുന്നവർക്കുള്ള പരിഹാരത്തിനായിട്ടുള്ള കോഴ്സ് ആയിരിക്കും അല്ലേ? അതെ അതെ അതെ. പഠന പിന്നോക്കം അത് എങ്ങനെ കഴിഞ്ഞ കണ്ണൂർ സെഷനിൽ ലെറ്റ് കോഴ്സിനെ പറ്റി പറഞ്ഞിരുന്നു 3 മാസത്തെ. ലെറ്റ് കോഴ്സ് വേറെയാണ്, ഇത് LDM കോഴ്സ് ഇത് വേറെയാണ്. ഈ കോഴ്സിൽ ഫോക്കസ് ചെയ്യുന്നത് പഠന പിന്നോക്കം അനുഭവിക്കുന്ന കുട്ടികളുടെ ഏത് പ്രയാസങ്ങളും നമുക്ക് ചുരുങ്ങിയ കാലയളവിൽ നമ്മളെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പരിഹരിക്കാം, അതിൻ്റെ പ്രാക്ടിക്കലി പഠിപ്പിക്കുന്ന കോഴ്സാണിത്. 3 മാസം തിയറി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും. ലെറ്റ് കോഴ്സ് എന്തായിരുന്നു? ലെറ്റ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് ആണ്, ജീവിതം പരിപോഷിപ്പിക്കാനുള്ള പരിശീലനമാണ് ലെറ്റ് എന്ന് പറഞ്ഞാൽ. അതിൽ പ്രോബ്ലം സോൾവിങ് മെത്തേഡാണ് അതിൽ വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ ജീവിതം, ജോലിയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇങ്ങനെ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും നമുക്ക് പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവാം. അല്ലെങ്കിൽ നിലവിൽ ഞാൻ നിൽക്കുന്ന മേഖലയിൽ നിന്ന് കുറച്ചുകൂടെ മെച്ചപ്പെടണം, എൻ്റെ ജോലി, സമ്പത്ത്, സന്തോഷമൊക്കെ ഒന്ന് മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടാവാം. ഈ കാര്യങ്ങളൊക്കെ അടുത്ത നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ് ലെറ്റ് കോഴ്സ് എന്ന് പറയുന്നത്. ആ കോഴ്സിൽ നമുക്ക് കേവലം ലെക്ചറിങ് മോഡൽ ക്ലാസ് അല്ല, അത് ശരിയായ ട്രെയിനിങ് ആയിട്ടാണ് വരുന്നത്. പിന്നെ കേവലം വിവരങ്ങളുടെ കൈമാറ്റമല്ല അതിൽ വരുന്നത്, അത് ബൈ സ്കില്ല്. ഇങ്ങനത്തെ നാനാവിധ മേഖലകളിൽ നിന്നും പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ അതെങ്ങനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരു അധ്യാപകനാണെങ്കിൽ ക്ലാസ് റൂമിലുള്ള കുറേ കുട്ടികളുടെ സ്വഭാവം അല്ലെങ്കിൽ കുട്ടികളുടെ പഠനം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ ആ മേഖലയിലുള്ളത്, ഇങ്ങനെ എല്ലാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഫാമിലി ലൈഫ് ആണെങ്കിൽ അത് സ്കില്ലാക്കി അത് രൂപപ്പെടുത്തി തരും. ബൈ സ്കില്ല് നമുക്ക് ചെയ്യാൻ മാത്രമല്ല, അതിനുശേഷം നമ്മുടെ കൂടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ പങ്കാളികൾ, അവരെ കൂടെ നമുക്ക് ഈ ഒരു കഴിവിലേക്ക് പിന്നെ എത്തിച്ചു കൊണ്ടുവരാനും കഴിയുന്ന ഒരു സ്കില്ലാക്കി മാറ്റിത്തരുന്ന കോഴ്സാണ് ലെറ്റ് കോഴ്സ്. അതും ഓൺലൈനും ഓഫ്ലൈനും ഉണ്ട്. പിന്നെ LDMൽ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുടെ പഠന പിന്നോക്കമാണ്. ലെറ്റിൽ ഫോക്കസ് ചെയ്യുന്നത് ഞാനിപ്പം പറഞ്ഞ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരു സ്കില്ല് ഉണ്ടാക്കി തരുന്നതാണ്. ലെറ്റും ഓൺലൈനും ഓഫ്ലൈനും രണ്ടും നടക്കുന്നുണ്ട്. അതിന് താല്പര്യമുള്ളവർക്ക് പിന്നെ കണക്ട് ചെയ്താൽ അതിനുള്ള അവസരം ഒരുക്കി തരും. ലെറ്റ് നിലവില് കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? അതെ, ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഓഫ്ലൈൻ എന്ന് പറയുമ്പോൾ ഓഫ്ലൈന് ലെറ്റിന്റെ കാലാവധി 3 മാസമാണ്. ആഴ്ചയിൽ ഒരു ദിവസം, നിലവിൽ ആഴ്ചയിൽ ഒരു ദിവസം കുറ്റ്യാടി, അതുപോലെ മലപ്പുറം മായതിൻ്റെ അടുത്ത് കോണോമ്പാറ, പിന്നെ തിരൂര്, ഈ 3 ഹാപ്പി സോണിന്റെ 3 സെന്ററുകൾ, ഈ 3 സ്ഥലങ്ങളിലും ലെറ്റ് കോഴ്സ് ജെൻസിനും ലേഡീസിനും 2 ബാച്ചുകളായി നടക്കുന്നുണ്ട് ഓഫ്ലൈനായി. ആഴ്ചയിൽ ഒരു ദിവസം അവിടെ വരികയാണ് വേണ്ടത്. ഓരോ സ്ഥലങ്ങളിലും ഓരോ ദിവസങ്ങളിലാണ് നടക്കുന്നത്. കുറ്റ്യാടി എല്ലാ ശനിയാഴ്ചയും, അതുപോലെ മലപ്പുറത്ത് എല്ലാ ചൊവ്വാഴ്ചയും നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ വന്നുകൊണ്ട് കോഴ്സിൽ ചേരാം, ഓഫ്ലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ കണ്ണൂർ സെഷനിൽ നടന്ന ആ ഒരു ക്ലാസിന്റെ ഒരു വിപുലമായിട്ടുള്ള രൂപമാണ് ഈ ലെറ്റ് എന്നുള്ളത്. കഴിഞ്ഞ കണ്ണൂർ 1 ഡേ സെഷനിൽ നമ്മുടെ പിന്നെ എന്താണ് നമുക്ക് ഹാപ്പി സോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെ നേടാൻ കഴിയും എന്നൊരു ആമുഖ സെഷനാണ് അവിടെ നടന്നത്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ടേം, അതിൻ്റെ പീരീഡ് പിന്നെ വരുന്നത് ഒരു സ്കില്ലൊക്കെ രൂപപ്പെടുത്താൻ, നമുക്ക് പിന്നീട് സ്ഥിരമായിട്ട് ഒരു പിന്നെ നമുക്ക് നേടിയെടുക്കാനും നമുക്ക് മറ്റുള്ളവർക്ക് നൽകാനുള്ള ഒരു സ്കില്ലാക്കി മാറ്റാൻ ഒരു 3 മാസ കാലാവധിയാണ്. സൈക്കോളജിക്കൽ ടേമാണത്. ആ കാലയളവ്
ഹാപ്പി സോണിൻ്റെ ബാക്ക് സപ്പോർട്ടോടുകൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കോഴ്സാണ് ലെറ്റ്. അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് അതിൻ്റെ ഹിൻസ് മാത്രമേ മനസ്സിലാവുള്ളൂ. അതിന്റെ ഫീ 6000? അതെ അതെ. ഇനി പുതിയ ബാച്ച് തുടങ്ങുന്നത് എപ്പോഴാണ്? ഉസ്താദിന്റെ സ്ഥലം എവിടെയാ? അങ്ങനെ മലപ്പുറം, ഉം. തിരൂരടുത്ത്. ഓക്കെ. തിരൂരിപ്പോ ക്ലാസ് തുടങ്ങാനിരിക്കുന്നു. പിന്നെ ഉസ്താദിന്റെ പേരെന്താ പറഞ്ഞേ? പേര് മുഹമ്മദ് സ്വാദിഖ്. സ്വാദിഖ്. ഞാൻ ഓക്കെ. സ്വാദിഖ് ഉസ്താദ് ഞാനൊരു നമ്പർ അയച്ചു തരാം, അതിൽ കണക്ട് ചെയ്താൽ മതിയാവും. ഉടനെ തുടങ്ങും തിരൂർ ലെറ്റ്. അതിൽ പങ്കെടുക്കൽ നല്ലതാണ്. ഓക്കെ. ഇൻഷാ അല്ലാ. മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു ഉസ്താദ്. ഓക്കെ, പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ സന്തോഷം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി